ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കിയാലോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാനൊരു ഇമോലിൻ മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നൈബയുടെ സിറം വിത്ത് ഫൗണ്ടേഷൻ അത് അപ്ലൈ ചെയ്യണം. കുറച്ച് ഡ്രോപ്സ് എടുത്ത് ഈവനായിട്ട് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം അപ്ലൈ ചെയ്തതിന് ശേഷം നെക്ക് വിടരുത്, നെക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നൈബേര തന്നെ സ്റ്റോക്ക് ക്രീം, ഇതൊരു പിങ്കിഷ് ഷെയ്ഡുള്ള സ്റ്റോക്ക് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ഗ്ലാസി മേക്കപ്പ് ലുക്ക് കിട്ടും. ഇതിൽ ഞാൻ ഒരുപാട് ഫൗണ്ടേഷനൊന്നും ഞാൻ യൂസ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് മാത്രം ലൈറ്റായിട്ടാണ് ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ് ഞാൻ ഈ നൈബയുടെ സിറം ഫൗണ്ടേഷൻ യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നൈബയുടെ തന്നെയാണ് ഞാൻ ബ്ലഷും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇട്ടില്ലെങ്കിലും എനിക്ക് ബ്ലഷ് മസ്റ്റാണ് കേട്ടോ. അപ്പം ബ്ലഷും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാണ്, ഇതൊരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. ഇനി ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദി ലിപ് ഷെയ്ഡാണ്. അപ്പം അതും അപ്ലൈ ചെയ്തു. ഇനി നമുക്കൊന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഹെയർ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്വിറ്റ് ബ്യൂട്ടിയുടെ ഒരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊന്ന് മേളത്തെ ലിപ്പിൽ മാത്രം ഞാനൊന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജുംക്ക ഇട്ടിട്ടുണ്ട്. ഈ ജുംക്ക ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഓക്കെ ഗായ്സ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ മേക്കപ്പ് ലുക്ക്. ഓക്കെ, ബൈ ബൈ ഗായ്സ്, സീ യു. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.